ഹലോ ഗായ്സ്, അപ്പോൾ ഓണമൊക്കെ അല്ലേ, നമുക്കൊരു അച്ചാറുണ്ടാക്കിയാലോ. വടുപ്പുളിയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളത് കഴുകി തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ചീനമുളക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് കേട്ടോ. ഞാൻ പൊതുവേ കല്ലുപ്പാണ് എല്ലാവരും യൂസ് ചെയ്യാറ് കേട്ടോ. കല്ലുപ്പ് ചേർക്കുക. പിന്നെ മുളക് പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്, ഭയങ്കര എരിവുണ്ടാവും. അടുത്ത് നമുക്ക് അച്ചാർ പൊടി ഇടാം കേട്ടോ. അച്ചാർ പൊടി 2 ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വിനാഗിരി ചേർക്കണം കേട്ടോ. വിനാഗിരി 2 സ്പൂണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വറവിടണം കേട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലെണ്ണയിലേക്ക് നമ്മൾ ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർക്കണം കേട്ടോ. ഉലുവ ചേർത്ത് അതും ഏകദേശം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ പാടിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി പിന്നെ അവസാനം നമുക്ക് അച്ചാറിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കായംപൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കായംപൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.